ഇനാൻഷ്യോമേഴ്സിനെ പറ്റി പഠിക്കുമ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ടേംസ് കൂടി ഉണ്ട്. റെസിമിക് മിക്സ്ചർ ആൻഡ് റെസിമൈസേഷൻ. എന്താണ് റെസിമിക് മിക്സ്ചർ? ഒരു ഇനാൻഷ്യോമർ എന്ന് പറയുമ്പോൾ ഡി ഫോമും എൽ ഫോമും ഉണ്ട് അല്ലേ? ഈ ഇനാൻഷ്യോമേഴ്സിൻ്റെ ഈക്വൽ ക്വാണ്ടിറ്റി എടുത്ത് ഇൻ്റർമിക്സ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അതിൻ്റെ റിസൾട്ട്? വി ക്യാൻ സേ ദാറ്റ് the optical rotation of D form getting cancelled with the optical rotation of L form. അതുകൊണ്ട് തന്നെ ഒരു ഇനാൻഷ്യോമർ മിക്സ്ചറിൻ്റെ ഒപ്റ്റിക്കൽ റൊട്ടേഷൻ 0 ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു മിക്സ്ചറിനെയാണ് റെസിമിക് മിക്സ്ചർ അല്ലെങ്കിൽ റെസിമിക് മോഡിഫിക്കേഷൻസ് എന്ന് വിളിക്കുന്നത്. The mixture containing the enantiomers in equal proportions will have 0 rotation as the rotation due to one isomer is cancelled with the rotation due to the other isomer. This mixture is known as racemic mixture or racemic modification. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഡി ഫോമും എൽ ഫോമിൻ്റെയും മിക്സ്ചറിനെയാണ് ഈ റെസിമിക് മിക്സ്ചർ എന്ന് വിളിക്കുന്നത് അല്ലേ? അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനും ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനും. ഇങ്ങനെയുള്ള മിക്സ്ചർ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഇനാൻഷ്യോമർ ആയിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ പേരിന് മുൻപിൽ പ്രിഫിക്സ് ആയിട്ട് ഡി എൽ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പ്ലസ് മൈനസ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഉദാഹരണമായിട്ട് ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ കൺസിഡർ ചെയ്ത ബ്യൂട്ടൈൻ ടുവോൾ എന്ന് പറയുന്ന ഓർഗാനിക് മോളിക്യൂള് ഒരു ഇനാൻഷ്യോമറിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ ബ്യൂട്ടൈൻ ടുവോൾ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് പ്ലസ് മൈനസ് ബ്യൂട്ടൈൻ ടുവോൾ. ഒരു ഇനാൻഷ്യോമറിനെ റെസിമിക് മിക്സ്ചറായിട്ട് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റെസിമൈസേഷൻ എന്ന് വിളിക്കുന്നത്. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് വൺ ഇനാൻഷ്യോമർ ഇൻ ടു എ റെസിമിക് മിക്സ്ചർ ഇറ്റ് ഈസ് നോൺ ആസ് റെസിമൈസേഷൻ. അപ്പോൾ ഇനാൻഷ്യോമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട ടേംസ് ആണ് റെസിമിക് മിക്സ്ചറും അതുപോലെ തന്നെ റെസിമൈസേഷനും. സ്റ്റീരിയോ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അടുത്ത ഒരു ടേമാണ് റീടെൻഷൻ. എന്താണ് റീടെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? Retention of configuration is the preservation of integrity of the spatial arrangement of bonds in an asymmetric center during a chemical reaction. അതായത് അസിമെട്രിക് കാർബൺ ആറ്റമുള്ള അല്ലെങ്കിൽ അസിമെട്രിക് സെൻറ്ററുള്ള ഒരു ഓർഗാനിക് മോളിക്യൂള് എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുകയാണ് എന്നിരിക്കട്ടെ. കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചതിന് ശേഷം കിട്ടുന്ന പ്രൊഡക്റ്റിന് റിയാക്റ്റൻറ്റിൻ്റെ പോലെ തന്നെയുള്ള സെയിം സ്പേഷ്യൽ അറേഞ്ച്മെൻ്റ് ആണ് എങ്കിൽ അതിനെയാണ് റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. അതായത് സ്റ്റീരിയോ കെമിക്കൽ സെൻറ്റർ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തിട്ടുള്ള ബോണ്ട് ഒരിക്കലും ബ്രേക്ക് ചെയ്യപ്പെടുന്നില്ല. അതിനാൽ പ്രൊഡക്റ്റിന് റിയാക്റ്റൻറ്റിൻ്റെ സെയിം കോൺഫിഗറേഷൻ തന്നെ ലഭിക്കുന്നു. ഇതിനെയാണ് റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം ആയിട്ട് നമുക്ക് ഒരു മോളിക്യൂളിനെ തന്നെ കൺസിഡർ ചെയ്യാം. ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നു നോക്കൂ, അസിമെട്രിക് കാർബൺ ആറ്റം ആണത് അല്ലേ? അതുകൊണ്ട് തന്നെ അസിമെട്രിക് കാർബൺ ആറ്റം ആണെന്ന് നമുക്ക് എങ്ങനെ പറയാം? ഈ കാർബൺ ആറ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള 4 ഗ്രൂപ്പുകളും ഡിഫറൻ്റ് ആണ്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ അസിമെട്രിക് കാർബൺ. അസിമെട്രിക് കാർബൺ ഉള്ള ഒരു അസിമെട്രിക് ആയിട്ടുള്ള ഈ മോളിക്യൂള് Y മൈനസ് എന്ന ഒരു റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ Y മൈനസ് എന്ന് പറയുന്ന റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യപ്പെടുമ്പോൾ ഈ ഒരു മോളിക്യൂളിലെ X എന്ന് പറയുന്ന ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യപ്പെടുകയും അതിന് പകരം Y എന്ന് പറയുന്ന റിയേജൻറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ആവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റും തമ്മിലൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. ഇവയുടെ കോൺഫിഗറേഷനിലോ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിലോ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ? ഇല്ല അല്ലേ? കാരണം ഇവിടെ പ്രത്യേകിച്ച് ഒരു ബോണ്ട് ബ്രേക്കിങ്ങോ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതിനാൽ ഇത്തരത്തിലുള്ള റിയാക്ഷനുകളെയാണ് റീടെൻഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സെയിം കോൺഫിഗറേഷൻ തന്നെ വരുമ്പോൾ ഇതിന് നമുക്ക് റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്നും പറയാം. ഒരു ഓർഗാനിക് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യാം. ഇവിടെ -2 മീഥൈൽ ബ്യൂട്ടൈൻ 1 എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ മൈനസ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ലീവോ റൊട്ടേറ്ററി മോളിക്യൂൾ. ഈ ഒരു മോളിക്യൂളിനെ HCl എന്ന് പറയുന്ന ഒരു റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. ഈ റിയാക്ഷൻ നടക്കുന്നത് ഹീറ്റിൻ്റെ പ്രസൻസിലാണ്. ഈ റിയാക്ഷൻ്റെ ഫലമായിട്ട് എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. CH2OH ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യപ്പെടുകയും OH പകരം Cl സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്യപ്പെടുന്നു.
ഈ ഒരു റിയാക്ഷൻ്റെ ഫലമായിട്ട് കിട്ടുന്ന മോളിക്യൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് +1 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടെയിൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നാം, ഇവിടെ ലീവോ റൊട്ടേറ്ററി ആയിരുന്ന കോമ്പൗണ്ട് എന്ത് സംഭവിച്ചു? ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആയിട്ട് മാറി അല്ലേ? ഇങ്ങനെ മാറ്റം സംഭവിച്ചെങ്കിലും ഇവയുടെ കോൺഫിഗറേഷന് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ? സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിന് എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസമുണ്ടോ? ഇല്ല. ഈ ഒരു മോളിക്യൂൾ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു മോളിക്യൂളും റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. ആകെ ഒരു വ്യത്യാസം ഇവിടുത്തെ OH ഗ്രൂപ്പ് മാറി അവിടെ Cl വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമ്പിള് റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷന് ഉദാഹരണമാണ്. ഇവിടെ L ഫോം മാറി D ഫോം ആയെങ്കിൽ കൂടി ദിസ് റെപ്രസെൻറ്റ്സ് റീടെൻഷൻ ഓഫ് കോൺഫിഗറേഷൻ. അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്ന ടേമാണ് ഇൻവേർഷൻ. നേരത്തെ നമ്മൾ റീടെൻഷൻ പഠിച്ചു അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന ഒരു ടേമാണ് ഇൻവേർഷൻ. എന്താണ് ഇൻവേർഷൻ? അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള ഒരു ഓർഗാനിക് മോളിക്യൂള് എന്തെങ്കിലും തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ഇത്തരത്തിൽ റിയാക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രൊഡക്റ്റിൽ റിയാക്റ്റൻറ്റിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺഫിഗറേഷനാണ് ഉള്ളതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻവേർഷൻ. If the relative spatial arrangement of bonds at an asymmetric center carbon atom becomes opposite as compared to the reactant after the chemical reaction and it is called inversion. ഇതിനെ വളരെ എളുപ്പത്തിൽ ഈ ഒരു എക്സാമ്പിൾ കൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ABCX എന്ന ഗ്രൂപ്പുകൾ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം ഒരു അസിമെട്രിക് കാർബൺ ആറ്റം ആണ്. ഇത്തരത്തിലുള്ള അസിമെട്രിക് കാർബൺ ആറ്റം ഉള്ള ഈ ഒരു മോളിക്യൂള് Y- എന്ന് പറയുന്ന റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് X എന്ന് പറയുന്ന ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യപ്പെടുകയും Y എന്ന ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആവുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ റിയാക്റ്റൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും അറേഞ്ച്മെൻറ്റ് അതുപോലെ തന്നെ കോൺഫിഗറേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇവിടെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് കോൺഫിഗറേഷനാണ് ഇവിടെ കാണുന്നത് അല്ലേ? B എന്ന് പറയുന്ന മോളിക്യൂള് ഏത് ഡയറക്ഷനിലേക്കായിരുന്നു പോയിൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് നോക്കുക. എന്നാൽ ഇവിടെ പ്രൊഡക്റ്റിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഓരോ ഗ്രൂപ്പുകളും കാണപ്പെടുന്നത്. ഇത്തരത്തിൽ ഉള്ള കോൺഫിഗറേഷൻസ് വരുന്ന റിയാക്ഷൻസിലാണ് നമ്മൾ ഇൻവേർഷൻ എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നത്. ഇൻവേർഷൻ, റീടെൻഷൻ, റെസിമൈസേഷൻ എന്നിവയുടെ എല്ലാം ഒരു എക്സാമ്പിൾ കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റിയാക്റ്റൻ മോളിക്യൂളാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ റിയാക്റ്റൻ മോളിക്യൂളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനൊരു അസിമെട്രിക് കാർബൺ ആറ്റം ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ ഒരു കോമ്പൗണ്ടാണ് നമ്മൾ റിയാക്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ നോക്കൂ, കാർബൺ ആറ്റം 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അല്ലേ? ഇത്തരത്തിലൊരു കോമ്പൗണ്ട് 3 ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആണ് തരുന്നത്. നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ആദ്യത്തെ റിയാക്ഷൻ നോക്കിയാൽ ഈ ഒരു കോമ്പൗണ്ട് Y എന്ന് പറയുന്ന റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് A എന്ന് പറയുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. എയും അതുപോലെ തന്നെ റിയാക്റ്റൻറ്റും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ റിയാക്റ്റൻറ്റിൻ്റെ സെയിം സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് തന്നെയാണ് എ എന്ന് പറയുന്ന സ്ട്രക്ചറും ഫോളോ ചെയ്യുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ത് മാത്രമേ ഉള്ളൂ ഈ രണ്ട് കോമ്പൗണ്ട്സും തമ്മിൽ? ഇവിടെ എക്സ ഗ്രൂപ്പ് ആയിരുന്നത് Y എന്ന് പറയുന്ന റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് Y അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പറയാം ഇവിടെ റിയാക്റ്റൻറ്റും സ്ട്രക്ചർ എയും അവയുടെ കോൺഫിഗറേഷൻ സെയിം ആയതുകൊണ്ട് this process is known as retention of configuration. As a result of this reaction, we are getting only one product A. This represents retention of configuration. അടുത്ത നോക്കാം. ഇവിടെ നമ്മുടെ റിയാക്റ്റൻറ്റ് മോളിക്യൂളിനെ Y എന്ന് പറയുന്ന റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് B എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. എന്താണ് ബിയുടെ പ്രത്യേകത? ബിയുടെയും റിയാക്റ്റൻറ്റിൻ്റെയും സ്ട്രക്ചറുകളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ബിയുടെ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ സാധിക്കും റിയാക്റ്റൻ്റെ സ്ട്രക്ചറിൻ്റെ ഓപ്പോസിറ്റ് ആണ് അല്ലേ? അതായത് ഇറ്റ് റെപ്രസെൻറ്റ്സ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. ആസ് എ റിസൾട്ട് ഓഫ് ദിസ് റിയാക്ഷൻ, ഇഫ് യു ആർ ഗെറ്റിംഗ് ഓൺലി വൺ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ബി, ഇറ്റ് ഈസ് കോൾഡ് ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ. അപ്പോൾ റിട്ടൻഷനും ഇൻവേർഷനും എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി മൂന്നാമതായിട്ടുള്ള റിയാക്ഷനായിട്ട് റിയാക്റ്റൻ മോളിക്യൂളിനെ Y എന്ന് പറയുന്ന റിയേജൻറ്റുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോൾ എ സ്ട്രക്ചറിൻ്റെയും ബി സ്ട്രക്ചറിൻ്റെയും ഒരു 50:50 മിക്സറാണ് ലഭിക്കുന്നതെങ്കിൽ ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് റെസിമൈസേഷൻ. അതായത് ഇവിടെ
നമുക്ക് രണ്ട് ഒപ്റ്റിക്കൽ ആക്റ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൻ്റെ മിക്സ്ചർ ആയിരിക്കും കിട്ടുക അല്ലേ? അതുകൊണ്ട് തന്നെ ദാറ്റ് മിക്സ്ചർ ഇറ്റ് ഈസ് ആക്ച്വലി ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. എന്തുകൊണ്ടാണ് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആവുന്നത്? ഒപ്റ്റിക്കൽ ആക്റ്റീവ് കോമ്പൗണ്ട് ആയിട്ടുള്ള ഒരെണ്ണം ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണെങ്കിൽ അതിൻ്റെ റൊട്ടേഷൻ ലീവർ റൊട്ടേറ്ററി കോമ്പൗണ്ടുമായിട്ട് ക്യാൻസൽ ചെയ്തു പോകുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു 50:50 റെസിമിക് മിക്സ്ചർ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് റെസിമൈസേഷൻ എന്ന് വിളിക്കുന്നത്.